ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയാണ്. അപ്പോൾ ഇനി കാണുന്ന എപ്പിസോഡിനകത്ത് കാണിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹ അവന്തികയോട് ഒരു പ്രത്യേക സഹായം ചോദിക്കുകയാണ്. പക്ഷേ സ്നേഹ ചോദിക്കുന്ന സഹായത്തിന് പകരം അവന്തിക കൊടുക്കുന്ന സ്നേഹയുടെ ജീവിതം നശിപ്പിക്കുന്ന പണിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം ശിവരാമൻ്റെ വീട്ടിൽ കിടന്ന് സന്ദീപിൻ്റെ കുഞ്ഞെന്താണ് ഭയങ്കര കരച്ചിൽ, തൊട്ടിൽ കിടന്ന് കരയുവാണ്. അപ്പോൾ ശിവരാമ അവിടെ വെറുതെ ഇരിക്കുവാണ് ആ സെറ്റിക്കകത്ത്. ഭാര്യ ആണെങ്കിലും അടുക്കളയ്ക്കകത്ത് ഭയങ്കര എന്താണ് മിക്സിക്കകത്ത് എന്തൊക്കെയോ അരച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തിനകത്ത് പറയുന്നുണ്ട്, ഏട്ടാ ആ കുഞ്ഞിനൊന്നും എടുക്കുക, കുഞ്ഞ് കരയുമല്ലേ. ശിവരാമന് തൻ്റെ കുട്ടി അല്ലാത്തതുകൊണ്ട് അവൻ ഇരുന്ന് ജനിച്ച കുഞ്ഞാണെന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് അത്രമാത്രം സ്നേഹം. കാരണം ഇത്രയും നാൾ കാത്തിരുന്ന് നേർച്ചകൾക്ക് ശേഷം ജനിച്ച കുട്ടിയല്ലേ. കാരണം അമ്മ അറിയുന്നില്ല തൻ്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ മാറ്റി വെച്ചാണ് ഈ ഭർത്താവ് ഇവിടെ എന്താണ് ഇരിക്കുന്നുള്ള കാര്യം ആ ഒരു അമ്മ പാവം അറിഞ്ഞിട്ടില്ല. ഈ സീരിയലിനകത്ത് ഇന്ന് വരെ വന്നതിൽ ഈ ഒരു ട്വിസ്റ്റ് വേണ്ടായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ എനിക്ക് പലവരെയും കമൻറ്റിൽ നിന്ന് അറിയാൻ പറ്റുന്ന കാര്യം ആർക്കും തന്നെ കുട്ടികളെ മാറ്റി വെച്ചത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇത് നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മളിന്ന് തുറക്കുന്ന പത്രം എന്തൊക്കെ നോക്കിയാലും ഇങ്ങനെ പല പല ഇൻസിഡൻസ് കാണുന്നുണ്ട്. നമുക്ക് ചുറ്റിനുള്ള മനുഷ്യന്മാരിൽ ഇങ്ങനെ കറുത്ത ആടുകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇതുപോലത്തെ ഒരു സീരിയലൊക്കെ കാണുമ്പം എങ്ങനെ നല്ലവരായി, എത്രമാത്രം നല്ലവരായി പുറത്ത് അഭിനയിക്കുന്നവരാണ് ഇത്രമാത്രം ക്രൂരതകൾ പ്രവർത്തിക്കുന്നതെന്നും നമുക്കറിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ജാഗ്രത പുലർത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ആര്യ പറയുന്ന കേട്ട് നിർബന്ധം കൊണ്ട് നിവൃത്തികേട് കൊണ്ട് പോയി എന്താണ് ശിവരാമൻ കുഞ്ഞിനെ എടുക്കുവാണ്. പക്ഷേ കുഞ്ഞിനെ എടുക്കുന്നത് തൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും മനുഷ്യപ്പറ്റിൽ ഒരു കുട്ടി കരഞ്ഞാൽ അയൽവാസികളാണെങ്കിൽ പോലും നോക്കാത്ത വ്യക്തികളാണോ. പക്ഷേ ഇവിടെ ശിവരാമന് തൻ്റെ വീട്ടിൽ തനിക്ക് പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെ കിട്ടിയ കുഞ്ഞിനെയും നോക്കാൻ ഒരു മൈൻഡും ഇല്ല എന്നുള്ള. അവൻ കുഞ്ഞിനെ കൈയെടുത്ത് വെച്ച്, ഓ ശല്യം, ഇതിൻ്റെ കീറ്റല്ലോ നിർത്തുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെന്താണ് ഇഷ്ടം പോലെ അങ്ങ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്തിക മാഡത്തിൻ്റെ കോളിൽ കയറുന്നത്. അപ്പോൾ അവന്തിക മാഡത്തിൻ്റെ ഫോൺ എടുക്കുന്നതും അവന്തിക കേൾക്കാൻ പറ്റുന്ന ഈ കുഞ്ഞിൻ്റെ കരച്ചില്ല. അവന്തിക ചോദിക്കുന്നുണ്ട്, കുഞ്ഞെങ്ങനെയുണ്ട് ശിവരാമ. അപ്പോഴത്തേക്കും ശിവരാമൻ, ഓ മാഡം ഇതിൻ്റെ കീറ്റലാണ് സഹിക്കാൻ പറ്റുക. ആ കൊച്ചു കിടന്ന് എന്തോ ഒരു കാറലും കീറ്റലും, ഓ ഇതിനെ എങ്ങോട്ടെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു. മാഡം എനിക്കിട്ട് തന്ന വല്ലാത്തൊരു പണിയായിപ്പോയിട്ടോ. ഇതെന്തോ നിസ്സഹായ അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. കാരണം എന്താ വെച്ചാൽ സന്ദീപിൻ്റെ കുഞ്ഞ് കിടന്ന് അവിടെ കീറി കരയുവല്ലേ. അപ്പം അത്രമാത്രം ഹാപ്പി. ഇതൊന്ന് നേരിട്ട് വന്ന് കേൾക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നാലും വിളിച്ച സമയം കറക്റ്റായത് കേൾക്കാൻ പറ്റിയല്ലോ. ഇത് കേൾക്കുന്നത് എനിക്ക് മറ്റേത് മ്യൂസിക് തരുന്നതിനേക്കാളും അത്രയ്ക്ക് ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. അത് പോലെ കിടന്നങ്ങ് കരയട്ടെ, കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ തൊണ്ട പൊട്ടി അങ്ങ് ഇതാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക്ക് പറയുമ്പോൾ, ഓ മാഡം ഞാൻ ഒന്ന് വെക്കുമോ, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവന്തിയുടെ കോൾ കട്ട് ചെയ്തിട്ട് ശിവരാമൻ ഈ കുഞ്ഞിനെ എന്താണ് വീണ്ടും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഭാര്യ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നേരെ വരുവാണ്. പ്രത്യേകിച്ചൊരു കാര്യം ഇപ്പോൾ ഇത് കാണുമ്പം ഒറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു വീട്ടിനകത്ത് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്ന കാര്യം ഒരു വ്യക്തി ഗർഭിണിയാകുന്ന കാലത്ത് മാത്രമാണ് അവർക്ക് അത്രമാത്രം പരിചരണമൊക്കെ കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിമൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം മോറൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട്, എല്ലാ രീതിയിലും തന്നെ ഒരു കൈ സഹായം ആവശ്യമുള്ള സപ്പോർട്ട് എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് അവർ പോസ്റ്റ് പ്രഗ്നൻസി, അതായത് പ്രസവത്തിന് ശേഷമാണ്. അത് മനസ്സിലാക്കാതെ പോയി ഇഷ്ടംപോലെ ടെൻഷൻസ് ഒരു സ്ത്രീയുടെ തല എടുത്ത് വെച്ച് കൊടുത്താൽ ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വന്നു പിടിച്ചാൽ അത് ഇന്നൊന്നും അതിൻ്റെ എഫക്റ്റ് അറിയത്തില്ല. 40 വയസ്സിന് ശേഷം ആ സ്ത്രീക്ക് വളരെയധികം ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ എന്താണ് പ്രഗ്നൻ്റ് ആക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്ന ആ കെയറിനെക്കാളും ഒരു 10 ഇരട്ടി കെയർ പോസ്റ്റ് പ്രഗ്നൻസിക്കകത്ത് കൊടുത്ത് അവർക്കൊരു കൈത്താങ്ങായി സഹായമായി നിൽക്കാൻ ആരും മറക്കണ്ട. ഇതെൻ്റെ ഫീൽഡിലുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സീരിയൽ നടക്ക് പറഞ്ഞതിനകത്ത് ആർക്കും ഒന്നും തോന്നണ്ട. അപ്പോൾ എന്താണ് ഇങ്ങനെ ശിവരാമൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വിളിച്ചിട്ട്, ഏട്ടൻ എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ എത്ര കാലം എവിടെയൊക്കെ നേർച്ച നിന്നിട്ട് കിട്ടിയ കുഞ്ഞെന്ന് ഏട്ടൻ അറിയത്തില്ലേ എന്നൊക്കെ അപ്പോൾ അതിന് ശിവരാമൻ്റെ ഭാര്യ പറയുമ്പോൾ, ഓ നീ ഇത് എന്നെ വന്ന് ലെക്ചർ എടുക്കുന്നതിന് പകരം ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ആശ്വസിക്കുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് ശിവരാമൻ്റെ ഭാര്യ കൊച്ചിനെ കൊണ്ടുവന്ന് ആശ്വസിപ്പിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നെല്ലിശ്ശേരി വീട്ടിലെ പ്രത്യേക ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹ വരുവാണ്. അപ്പോൾ സ്നേഹ എന്താണ് കയറണോ വേണ്ടെന്ന് മടിച്ച് അവന്തികയുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് അവന്തിക ബെഡ്റൂമിനകത്താണ്. അപ്പോൾ അവന്തിക ആ കയറി വാ എന്ന് പറഞ്ഞിട്ട് സ്നേഹം വിളിക്കുമ്പം സ്നേഹം കണ്ടിട്ട്, ഇത് എന്ത് കോലം മോളെ, നീ എന്തിനാ ഇങ്ങനെ അങ്ങ് ആയിപ്പോയത്, എനിക്ക് അറിയത്തില്ല ഏട്ടത്തി, എനിക്ക് ധനുഷിനെ മറക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്രമാത്രം സങ്കടം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം അങ്ങനെ കുറേ കാര്യം പറയാം. അപ്പോഴത്തേക്ക് അവന്തിക പറയുന്നുണ്ട്, എന്നാലും നീ ഇങ്ങനെ ആകണോ, എനിക്കറിയാം നിൻ്റെ വിഷമം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്നും പറഞ്ഞിട്ട് നീ ഈ ഒരു കോലത്തിലേക്ക് എത്തിപ്പോണോ സ്നേഹം, നിനക്ക് അത്രമാത്രം ദുഃഖം വരാൻ എന്ത് കാര്യമായിരിക്കും ഇതൊക്കെ അവന്തിക ചോദിക്കുമ്പം എനിക്കറിയത്തില്ല ഏട്ടത്തി, എനിക്കൊരു സഹായം ചെയ്തു തരുമോ. സഹായം? നിനക്ക് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം മോളെ, നീ പറ. അത് എനിക്ക് ധനുഷിനൊന്ന് കാണണം ഏട്ടത്തി, അവന് പറയാനുള്ളതൊക്കെ എനിക്ക് കേൾക്കണം. അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു, അവൻ എന്നോട്
പറയാനുണ്ടെന്നുള്ള കാര്യം അവന് പറയാനുള്ളതൊക്കെ എനിക്ക് അവനിൽ നിന്ന് കേൾക്കണം ഇരട്ടത്തി. അതുകൊണ്ട് എനിക്ക് അവനെ കാണാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പോഴത്തേക്കും അവന്തിക്ക് ചൊറിച്ചിൽ വന്നിട്ട് അവന്തിക്ക് മെസ്സേജ് ചെയ്യും, ഓ ഇതിൻ്റെ ഇടയ്ക്ക് നീ നിൻ്റെ കൂട്ടുകാരനെ വെച്ച് അവിടെ ജയിലിൽ കിടന്ന് നീ ഇങ്ങനെയൊക്കെ കളികളൊക്കെ കളിക്കുന്നുണ്ടല്ലേ, എന്നെ വഞ്ചിക്കാനുള്ള പരിപാടി നീ ഇന്ന് അവസാനിപ്പിച്ചിട്ടില്ലാന്ന് ധനുഷിൻ്റെ യഥാർത്ഥ മുഖം അവന്തിക്ക് എന്താണ് തിരിച്ചറിയുവാണ്. സ്നേഹ നിൽക്കുന്ന പ്രസൻസിൽ സ്നേഹയോട് എന്താണ് മനസ്സിലെ ചിന്താഗതികളൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അവധിയെ ചോദിക്കും, നിനക്ക് അത്രമാത്രം ധനുഷിന് ഇഷ്ടമാണോ? എന്ത് പറയാൻ ഏട്ടത്തി, ഞാൻ അത്രമാത്രം മനസ്സ് കൊടുത്ത് സ്നേഹിച്ച് പോയതല്ലേ, എൻ്റെതെന്ന് ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തിയല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ ഏട്ടത്തി മറക്കാൻ പറ്റും? എത്ര തെറ്റ് ചെയ്തവനാന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവന്തിക പറയുന്നുണ്ട്. അവന്തിക മനസ്സിനകത്ത് എന്താണ് തൻ്റെ കാര്യം ചെയ്യുക, സത്യം നീ പറഞ്ഞ സത്യമാണ്, നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടേതാന്ന് വിശ്വസിച്ച് സ്നേഹിച്ച ആ വ്യക്തി നമുക്കിനി എന്തൊക്കെ തെറ്റ് ചെയ്താലും മറക്കാൻ പറ്റില്ല. അതും ആ ഒരു കാര്യത്തിനകത്ത് ആദ്യ പ്രണയമൊക്കെ ആണെങ്കിൽ പിന്നെ ഒരിക്കലും മറക്കാനൊക്കെ പറ്റത്തില്ല എന്ന് അവന്തിക പറയാണ്. കാരണം അവന്തിക അന്നേരം ചിന്തിക്കുന്നതൊക്കെ ആ അവന്തികയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടായതല്ലോ, സ്നേഹയുടെ കഴുത്തിലേക്ക് ഇവൻ താലി കെട്ടാൻ പോയൊരു സമയം, ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. ണ്ട് അങ്ങനെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് കാണുമ്പോൾ വരുന്ന ആ ഒരു സങ്കടവും വിഷമവും ഒരു നിസ്സഹായ അവസ്ഥയ്ക്ക് അത് നമ്മൾ ഏതറ്റം വരെ എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാകും എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം മുടക്കിയതിനെ കുറിച്ചൊക്കെ അവന്തിക മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ സ്നേഹത്തിൽ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ഒരു കാര്യം പറയണം, എങ്ങനെ നിന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ നിൻ്റെ കല്യാണം മുടങ്ങാനുള്ള ഏക കാരണം അർച്ചനയാണ്. നിൻ്റെ ഇന്നത്തെ ഈ സങ്കടത്തെ നിൻ്റെ ഈ അവസ്ഥയ്ക്ക് എല്ലാം കാരണം അർച്ചന ഒറ്റൊരുത്തിയാണ്. ഞാൻ ഒരു കാര്യം പറയാം, പണ്ട് അവൾക്കാണെങ്കിൽ അനഘയോടാണ് ഭയങ്കര ദേഷ്യമുണ്ട്. ആ സമയത്തൊക്കെ അനഘ സന്ധ്യ വിവാഹം കഴിക്കാൻ നടന്നപ്പം ഒന്നുമില്ലാതെ ചുമ്മാ അനഘയുടെ പിറകെ തന്നെ നടന്ന് ആ വിവാഹം നല്ല പോലെ അവൾ മുടക്കി. അതിനുശേഷം അവളുടെ അനിയത്തി ഇവിടെ കൊണ്ടുവന്ന്, ഞാനൊരു കാര്യം പറഞ്ഞേക്ക് സ്നേഹ, അവളുടെ ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് തന്നെ ഇവിടെ ഈ വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിൻ്റെ കല്യാണം ഇനി ഒരു കാലം നടക്കത്തില്ല. കാരണം ആ രണ്ടെണ്ണം കൂടെ ചെന്നിട്ട് പുറത്തുനിന്ന് മറ്റൊരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർ സമ്മതിക്കത്തില്ല. അവരല്ലാത്ത മറ്റൊരു വ്യക്തിയെ അവർ ഈ കുടുംബത്തിൽ കയറ്റത്തില്ല. അത് ഞാൻ നിനക്ക് 100% ഉറപ്പ് തരുന്ന കാര്യമോ. പിന്നെ നിൻ്റെ സങ്കടത്തിന് എന്ത് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവന്തിക എന്ത് ചെയ്യുന്നില്ല, ധനുഷിനെ കാണാൻ കൊണ്ടുപോകാമെന്നൊന്നും പറയില്ല. പകരം അവന്തിക മറ്റൊരു സഹായം ചെയ്തു കൊടുക്കണം. മോളെ, നിൻ്റെ സങ്കടമൊക്കെ മാറാനും നിനക്കിതിൽ നിന്നൊക്കെ മാറാനും ഏകൊരു മാർഗം എന്ന് പറയുന്നതാ ഇവിടെ നിന്ന് എടുത്ത് വെക്കുന്ന ഒരു കവറാണ്. അപ്പം കവറിനകത്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല. കവറിൽ നിന്ന് എടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല അവന്തിക ഇങ്ങനത്തെ ഒരു കാര്യമായിരിക്കും കൊടുക്കുന്നതെന്ന്. കാരണം അവന്തിക എടുത്ത് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് അടിപൊളി ഒരു മദ്യത്തിൻ്റെ കുപ്പിയാണ്. എന്നിട്ട് പറയുകയാണ്, മോക്ക് ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാവും. ഇത് കണ്ട് സ്നേഹം നെട്ടി നിൽക്കുക. കാരണം ഏട്ടത്തെ എന്താണ് പരിഹാരമായി പ്രിസ്ക്രൈബ് ചെയ്തൊരു കാര്യം എന്ന രീതിയിൽ അവന്തിക്ക് ഭയങ്കര എന്താണ് അവന്തികയെക്കുറിച്ചുള്ള അഭിപ്രായം തന്നെ സ്നേഹിക്ക് മാറി നിൽക്കുമ്പം സ്നേഹത്തെ പറയുന്നുണ്ട്, നീ ഇത് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടോ ഏട്ടത്തി എന്താ ഇത് നിനക്ക് തരുന്നത്? ഈ ഏട്ടത്തിയും സങ്കടം തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കത് പല രീതിക്കത് എന്താണ് ഇതുപോലത്തെ അവസ്ഥകൾ വരുമ്പം ഈ ഏട്ടത്തിയുടെ ആശ്രയം ഇതിൽ തന്നെയാണ്. അന്നേരം ഏട്ടത്തി എല്ലാ സങ്കടങ്ങളും മറക്കും. എന്നിട്ട് ഭയങ്കരമായിട്ട് എന്താണ് അത്രമാത്രം എല്ലാം മറന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റും. നിനക്ക് ധനുഷിനെ മറന്ന് നിനക്ക് സ്വസ്ഥമായിട്ട് ഇനി അങ്ങോട്ട് ജീവിച്ച് നിനക്ക് എന്താണ് എല്ലാം മറന്നിട്ട് ഒരു രാത്രി ഇങ്ങനെ സ്വസ്ഥതയോടെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ ആശ്രയിക്കാം. ഇത് എപ്പം വേണം നിനക്ക് എൻ്റെ മുറി വന്ന് എൻ്റെ പെർമിഷൻ ഇല്ലാതിരിക്കാം. നീ പോയി ഇരുന്ന് ആലോചിക്കുക. നിനക്ക് എല്ലാം ചെയ്തിട്ടും ധനുഷൻ നിൻ്റെ മനസ്സിൽ തന്നെ കയറി വരുന്നത് നിനക്കത് മാറ്റിയേ പറ്റത്തോളം തോന്നുകയാണെങ്കിൽ നിനക്ക് ഏട്ടത്തിയുടെ റൂമിൽ വന്ന് ഏത് സമയം വേണമെങ്കിലും ഒരു അനുവാദം ചോദിക്കാതെ നിനക്കിത് എടുക്കാം, നിനക്കിത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അവന്തിക ഈ ഒരു ഗിഫ്റ്റാണ് സ്നേഹയുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്നത്. അതായത് നേർവഴിക്ക് പകരം ചതിയുടെ വഴിയിൽ ഒരാൾ ഏറ്റവും നശിച്ചു പോകാൻ പറ്റുന്ന ഏറ്റവും ഉള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഈ നമ്മുടെ സച്ചി അർച്ചനയും കൂടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പം എന്താണ് ഒരു കടയിൽ കയറിയിട്ട് ടോയ്സ് ഒക്കെ കഴിയും. അപ്പോൾ സച്ചിയുടെ അത് കൊള്ളാമെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത് അടിപൊളി സൂപ്പർ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന ചെയ്യുന്ന ഒരു കാര്യം ഒരേ ടോയ്സ് തന്നെ 2 എടുക്കുകയാണ്. സെയിം ടോയ്സ് തന്നെ 2. അതായത് ഒരു ടെഡി ബിയർ എടുത്താൽ അതുപോലത്തെ തന്നെ വേറൊരു ടെഡി ബിയർ, ഒരു കിലുക്ക് എടുത്താൽ അതേപോലത്തെ മറ്റൊരു കിലുക്ക്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എടോ ഇത് രണ്ടും ഒന്നല്ലേ, പിന്നെ എന്തിനാ ഇത് 2 വീതം എടുക്കുന്നത്? ചേട്ടാ, ഒന്ന് നമ്മുടെ കുഞ്ഞിന് മറ്റൊന്നെന്താണ് ശിവരാമേട്ടൻ്റെ കുഞ്ഞിന്, അതെന്തിനാണോ എന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്ക് അർച്ചന പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, നമ്മുടെ സന്ദീപിൻ്റെ കുഞ്ഞ് ജനിച്ച് അതേ ദിവസം തന്നെ ശിവരാമേട്ടൻ്റെ കുഞ്ഞ് ജനിച്ചത്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് നിന്ന് കളിക്കുന്ന കാണുമ്പോൾ അത് കാണുമ്പോൾ ശിവരാമേട്ടൻ്റെ മനസ്സിനകത്ത് ഒരു വിഷമം വരത്തില്ലേ. അങ്ങനെ ഒരു വിഷമം വന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് ഇതൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു സങ്കടം വേണ്ട, അവർക്കിതൊന്നും എന്താണ് മേടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഈ മേടിക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടെ ഒരെണ്ണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഇതൊക്കെ എന്താണ് താൻ പോലും അറിയാൻ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞ് എവിടെയാണോ ആ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ അർച്ചനയുടെ മനസ്സ് ദൈവമായി തോന്നിപ്പിച്ച് മേടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഷോപ്പിംഗ് ഒക്കെ ആവശ്യത്തിന് എന്താണ് അർച്ചന തോന്നുന്ന എല്ലാം മേടിച്ചോളും സച്ചി പെർമിഷൻ കൊടുക്കും. അങ്ങനെ അർച്ചന ഇഷ്ടം പോലെ മേടിച്ചിട്ട് കാറിൽ വന്ന് കയറി അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വരുമ്പോൾ സച്ചി ചോദിക്കണം, സച്ചിയുടെ നമ്മളെല്ലാം മേടിച്ചിട്ടേ, എടോ കുഞ്ഞിന് 5 വയസ്സാകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ടെന്ന് തന്നെ സച്ചി എന്താണ് പറയുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ നെല്ലിശ്ശേരി വീട്ടിനകത്ത് സേതുമാധവൻ എന്ന ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം മേടിയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് താഴത്തെ നിലയിലേക്ക് വന്നു. അപ്പോഴത്തേക്കും
ചോദിക്കുമ്പോഴത്തേക്ക് മോൾ എന്തിനാ കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നത്, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? അത് ഞാൻ വേറൊന്നും കൊണ്ട് ഇറങ്ങി വന്നതല്ല, മുറിയിൽ തന്നെ എത്ര നേരം കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കാനാ, അതുകൊണ്ട് ചുമ്മാ എന്താണ് താഴേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ. അതെന്തായാലും നന്നായി മോളെ എന്നൊക്കെ സേതുമാധവൻ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. മോളെയും കുഞ്ഞിനെയും നോക്കാൻ ആരെങ്കിലും നമുക്ക് ജോലിക്ക് ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അച്ഛാ അതിൻ്റെ ആവശ്യമില്ല, കാരണം അച്ചുവേട്ടത്തി എന്നെ അത്ര നല്ല പോലെ നോക്കുന്നത്, എന്നെയും കുഞ്ഞിൻ്റെയും കാര്യം അച്ചുവേട്ടത്തി നോക്കി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സേതുമാധവൻ പറയുന്നത്, അത് ഞാൻ കാണുന്നുണ്ട്, കാരണം അച്ചുവിനും സച്ചിക്ക് എന്താണ് കുഞ്ഞ് ജനിക്കാൻ ഇച്ചിരി താമസമുള്ളതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനോട് അവർക്ക് ജീവനെ പോലെയുള്ള പ്രാണനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആതിര ഭയങ്കര ഹാപ്പിക്കാതെ നിൽക്കുമ്പോഴത്തേക്കും നേരെ അടുത്ത എൻട്രിയാണ് നമ്മുടെ കമലെടുത്തി മാഷും ആവണി മോളും കൂടെ വരുവാണ്. അപ്പോൾ ആവണി മോൾക്ക് കുഞ്ഞിനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നാണ് നമ്മുടെ മാഷ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും അല്ല എന്ന് കമലെടുത്തി വന്നത്. മാഷിന് ഇതൊന്നുമല്ല കാര്യം, ആവണിക്ക് ഒറ്റ വെട്ടേ ആവണി പറഞ്ഞുള്ളൂ കുഞ്ഞിനെ കാണണം എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ മാഷിനാണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക, ഇങ്ങോട്ടേക്ക് ചാടി വരാൻ വേണ്ടി കുഞ്ഞിനെ കാണാനേ. അപ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ എന്തിനാ കാരണം ഉണ്ടാക്കുന്നത്, മാഷിനെ എപ്പം വേണമെങ്കിലും വന്നൂടെ. അപ്പം മാഷും ആവണി മോളും കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ആതിരയ്ക്ക് ഭയങ്കര ഹാപ്പി. അപ്പം എടി എന്നൊക്കെ അതിന് ആവണി മോളോട് എന്താണ് കൊഞ്ചി സംസാരിക്കുമ്പോഴത്തേക്കും ആവണി മോൾ എന്താണ് കുഞ്ഞിനെ എന്താണ് കളിപ്പിക്കാൻ നോക്കും. അപ്പം കുഞ്ഞിനെ എന്താണ് ലാസ്റ്റ് എടുത്ത് മടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആവണി മോൾ കുഞ്ഞിനോട് പറയുന്നുണ്ട്, എന്നെപ്പോലെ മിടിക്കാവണം കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിൻ്റെ അത്രയും മിടുക്കൊക്കെ വേണോ നമ്മുടെ കമലെടുത്ത് തമാശയായിട്ട് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സേതുമാധവൻ പറയുന്നുണ്ട്, ആവണി മോളുടെ അത്രയും മിടുക്ക് എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ് അവർ രസകരമായിട്ട് എന്താണ് ഒരു കുടുംബ സംസാരം. അപ്പം സച്ചി അർച്ചനയും കാറി വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം നേരെ എന്താണ് കമലെടുത്തി മാഷും ചോദിക്കുന്നുണ്ട്, സച്ചിനെ അർച്ചനെ ഒന്നും കാണാനില്ലല്ലോ, അവരിതന്നെ കുഞ്ഞിന് സാധനം മേടിക്കാൻ വേണ്ടി പോയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ പോയത് കുഞ്ഞിന് സാധനം മേടിക്കാനാണെന്നുള്ള കാര്യം ആതിര അപ്പോഴാണ് അറിയുന്നത്. ഇവിടെ സച്ചി അർച്ചനയും കാറി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ് അറിയുക, അർച്ചന പറയുന്നത് സച്ചിയേട്ടാ ഇവിടെ ഒന്ന് നിർത്തുമോ, അപ്പോൾ എന്തിനാണോ അപ്പോഴത്തേക്ക് അമ്പലത്തിൽ കയറാൻ എനിക്ക് അർജൻറ്റായിട്ട് ഒരു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് അർച്ചന പറയുക. ലാസ്റ്റ് സച്ചി നിർത്തിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ ഒരുമിച്ച് വന്നാൽ പോരെ. അല്ല സച്ചിയേട്ടാ എനിക്കിപ്പം തന്നെ പറയണമെന്ന്. അങ്ങനെ ലാസ്റ്റ് അമ്പലം നടയെന്ന് സച്ചിക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ വളരെ ആഗ്രഹമുണ്ട്, സച്ചിൻ്റെ കുറവ് കൊണ്ടാണ് കുഞ്ഞില്ലാത്തെന്നുള്ള കാര്യം സച്ചിനെ അറിയാതെ തന്നെ എത്രയും വേഗം തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിയെ തന്നെ വന്നിട്ട് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത് സച്ചി എന്താണ് കാറിൽ നിന്ന് നോക്കി നിൽക്കുന്ന കാണിച്ചാണ് ഈ കാണാൻ പോകുന്ന എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.